അമ്മ 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 ഇങ്ങ് വരി അമ്മ. ആ എത്തിയാ? എന്തിനായിരുന്നു വിളിച്ച് പോണത്? ഇന്നൊരു സംഭവം ഉണ്ടായമ്മ. നീയേ ആരുടെങ്കിലും വഴക്കിട്ടാ? ആരുടെങ്കിലും ഉടക്കിയ ഇന്ന്? അതാ ചീത്ത വിളിച്ചാ? എന്തെങ്കിലും ഉണ്ടായ ബസ്സിൽ നിന്ന്? ഓ, ഞാൻ വഴക്കുണ്ടാക്കാനല്ലേ പോണത്. നീ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. ഓ, ആ എന്തോന്നുണ്ടായി ബസ്സിൽ? പറ. ഇന്ന് ബസ്സിൽ ഒരു മാമ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാമ സംസാരിക്കുന്നത് ഭയങ്കര ഒച്ചപ്പാടിൽ. ഈ ബസ്സിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ മാമനെ തിരിഞ്ഞ് നോക്കണുണ്ട്. അയാൾ കോടികളുടെ ബിസിനസ്സും മറ്റുമാണ് ഫോണിൽ കൂടെ പറയണത്. ഓ, അയാൾ വലിയ പുള്ളിയായിരിക്കും അല്ലേ? അറിയില്ല. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ജിപേ ആണ്, കോള് കട്ടായിട്ട് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അയാൾ തിരുവനന്തപുരത്ത് നിന്ന് കയറിയതാണ്. ബാലരാമപുരം ആയിട്ടും കോളും കട്ട് ചെയ്തിട്ടില്ല, ടിക്കറ്റും എടുത്തിട്ടില്ല. ഇത്രയും ദൂരം അയാൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത്? ഓ, അതല്ലേ പറഞ്ഞു വരുന്നത്. പിന്നെ എന്തുണ്ടായി? കണ്ടക്ടർ ദേഷ്യപ്പെട്ട് ഒന്നിനും ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. കോള് കട്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്തായാലും കോള് കട്ടാവണ വരെ നോയിക്കൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, ഉന്തും തള്ളലുമായി. അയ്യോ, ആ തള്ളലിൽ അയാൾക്ക് പരിക്കുവല്ലോ പറ്റിയ? അയാൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ അയാളുടെ ഫോണ് താഴെ വീണ്. അയ്യോ, അയാളെ ഫോൺ പൊട്ടി കാണുമല്ലേ? ഒന്നും പൊട്ടിയില്ല. പിന്നെ ഫോൺ ഉണ്ടെങ്കിലല്ലേ പൊട്ടൂ. അതങ്ങനെ? അമ്മ, അതിനകത്ത് ഫോൺ കേസ് മാത്രമേ ഉള്ളൂ, ഫോണില്ല. അയ്യോ, അത് കൊള്ളാം. അയാൾ കോടികളുടെ ബിസിനസ്സും പറഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു കാണും. ഇപ്പോഴും ഉണ്ടല്ലേ ഇതുപോലെ പറ്റിപ്പുകാർ? അത് ഈ ലോക അവസാനം വരെ കാണും.